4000 വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ. ശവശരീരങ്ങൾ പ്രത്യേക രീതിയിൽ ഉണക്കി കാലങ്ങളോളം സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഗുഹ. തുരങ്കങ്ങൾ മനുഷ്യനാണ് നിർമ്മിക്കുന്നതെങ്കിൽ ഗുഹകൾ പലപ്പോഴും പ്രകൃതിയാണ് നിർമ്മിക്കുന്നത്. കണ്ണില്ലാത്ത മത്സ്യം, കണ്ണില്ലാത്ത കൊഞ്ച് എന്നിവയുൾപ്പെടെ ഇരുണ്ട പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടു പോകുന്ന പലതരത്തിലുള്ള മൃഗങ്ങൾ ഈ ഗുഹയ്ക്കുള്ളിലുണ്ട്. ഈ ഗുഹയുടെ നീളമാകട്ടെ 676 കിലോമീറ്റർ ആണ്. അതായത് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ വടക്കു മുതൽ തെക്കു വരെയുള്ള നീളം 585 കിലോമീറ്റർ ആണ്. അതായത് കേരളത്തിനേക്കാൾ നീളം കൂടിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗുഹ മാമോത്ത് കേവ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹയാണ് മാമോത്ത് ഗുഹ. നൂലുമാലകൾ പോലെ വഴിതിരിഞ്ഞു പോകുന്ന ധാരാളം ഗുഹയറകളുള്ള ഒരു സംവിധാനമാണ് മാമോത്ത് ഗുഹ. യുഎസിലെ ക്നെറിക്കൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ചുണ്ണാമ്പ് കല്ലാണ് പ്രധാനമായും ഈ ഗുഹയുടെ ഘടന. ചുണ്ണാമ്പ് കല്ലിൽ കാലങ്ങളോളം സംഭവിച്ച നശീകരണമാണ് ഈ ഗുഹയുണ്ടാകാൻ കാരണമായത്. 676 കിലോമീറ്റർ ആണ് ഈ ഗുഹാഭീമന്റെ നീളം. 4000 വർഷങ്ങളായി ഈ ഗുഹ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. യുഎസിലെ ആദിമ ഗോത്രങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കടുത്ത കാലാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഇവർ ഇവിടെ എത്തി താമസിച്ചിരുന്നത്രേ. ശവശരീരം പ്രത്യേക രീതിയിൽ ഉണക്കി കാലങ്ങളോളം സൂക്ഷിക്കുന്ന രീതി ഈ ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇത്തരം ധാരാളം മമ്മികൾ ഈ ഗുഹയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം പല കാലങ്ങളായി മരിച്ചവരുടെ അസ്ഥികൂടങ്ങളും മറ്റ് അവശേഷിപ്പുകളും ഈ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ യുഎസിലെ പ്രേതവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കൂടിയാണ് ഇപ്പോൾ മാമോത്ത് ഗുഹ. ഇവിടെ പ്രേതങ്ങൾ ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. യുഎസിന്റെ കൊളോണിയൽ വാഴ്ചക്കാലത്തെ അടിമകളെ കൊണ്ടായിരുന്നു അപകടകരമായി ഈ ഗുഹയിൽ പര്യവേഷണങ്ങളും സർവേകളും നടത്തിയിരുന്നത്. ഈ അടിമകളെ യൂറോപ്യന്മാർ ഗുഹയ്ക്കുള്ളിലെ ഖനനത്തിനും ഉപയോഗിച്ചിരുന്നു. ഗുഹയ്ക്കുള്ളിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന സോൾട്ട് പീറ്റർ എന്ന രാസവസ്തു വെടിമരുന്നുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു അത്രേ. 1812 യുഎസിൽ നടന്ന യുദ്ധങ്ങളിൽ തോക്കുകളിലും പീരങ്കികളിലും നിറച്ചിരുന്നത് ഈ വെടിമരുന്ന് ഉപയോഗിച്ചാണ്. ഇക്കൂട്ടത്തിൽ വളരെ പ്രശസ്തനായ ഒരാളാണ് അക്കാലത്ത് അടിമയും പിൽക്കാലത്ത് സ്വതന്ത്രനാക്കപ്പെട്ടയാളുമായ സ്റ്റീഫൻ ബിഷപ്പ്. ഈ ഗുഹയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ സ്റ്റീഫൻ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇന്നും ഈ ഗുഹ കവാടത്തിനരികിൽ സ്റ്റീഫന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ ഗുഹ ഒരു ഹോസ്പിറ്റലായിട്ടും ഉപയോഗിച്ചിരുന്നു അത്രേ. 19-ാം നൂറ്റാണ്ടിൽ ക്ഷയരോഗം യുഎസിനെ കീഴ്പ്പെടുത്തിയ കാലയളവിൽ ഒട്ടേറെ ക്ഷയരോഗികൾ ഈ ഗുഹയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു. ഗുഹയ്ക്കുള്ളിലെ വായു ഇവരുടെ ക്ഷയരോഗം സുഖപ്പെടുത്തുമെന്ന ചിന്തയായിരുന്നു ഇതിനു പിന്നിൽ. 1790-കളിൽ യൂറോപ്യൻ കുടിയേറ്റക്കാരാണ് ആദ്യമായി മാമോത്ത് ഗുഹയിൽ എത്തിയത്. 1816 മുതൽ ഈ ഗുഹാ സംവിധാനത്തെ വിനോദസഞ്ചാരത്തിനായി ഉപയോഗിച്ചിരുന്നു. ഇന്നിത് മാമോത്ത് കേവ് നാഷണൽ പാർക്ക് എന്ന ബൃഹത്ത് വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമാണ്. വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ സന്ദർശിക്കുന്നത്. നയാഗ്ര വെള്ളച്ചാട്ടം കഴിഞ്ഞാൽ യുഎസിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രകൃതി കേന്ദ്രമാണ് മാമോത്ത് കേവ് നാഷണൽ പാർക്ക്. പക്ഷികളും ചെറുമൃഗങ്ങളും മീനുകളും ഉൾപ്പെടെ ഏകദേശം 130 സ്പീഷീസുകളിലെ ജീവികൾ ഈ ഗുഹയ്ക്കുള്ളിലുണ്ട്. ഇതിൽ 12 സ്പീഷീസുകൾ ഇവിടെ മാത്രം ഉള്ളവയാണ്. ഈ ഗുഹയെ പഠിക്കുന്നതിനും അളക്കുന്നതിനുമായി ഏറെ സാഹസികമായ യാത്രയാണ് ഗവേഷകർക്ക് നടത്തേണ്ടി വന്നത്. മണ്ണും ചെളിയും വെള്ളവും ഗുഹയിലെ ഇടുങ്ങിയ പാറയിടുക്കുകളും താണ്ടിയാണ് ഇവർ ഈ ഗുഹയിലൂടെ യാത്ര ചെയ്തത്. ഇതിനായി ഒരു കൂട്ടായ പരിശ്രമം തന്നെ അവർക്ക് നടത്തേണ്ടി വന്നു. ചുണ്ണാമ്പുകല്ല് ദ്രവിച്ചില്ലാതായതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ദുർഘടമായ ഗുഹാ ശൃംഖലയാണ് മാമോത്ത് ഗുഹ. ചുണ്ണാമ്പുകല്ല്, മാർബിൾ പോലുള്ള ലേയത്വമുള്ള കല്ലുകളുടെ ഈ ദ്രവീകരണ പ്രക്രിയ കാർസ്റ്റ് ടോപ്പോഗ്രഫി എന്നാണ് അറിയപ്പെടുന്നത്. മഴവെള്ളവും നദീജലവും പാറയിടുക്കുകളിലൂടെ നിരന്തരം ഒഴുകിയിറങ്ങുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. മാമോത്ത് ഗുഹ ഈ രീതിയിൽ സൃഷ്ടിക്കപ്പെടാൻ ഏറെ കാലമെടുത്തു. ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച അമേരിക്കയിലെ 13 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഏക പ്രകൃതിദത്ത കേന്ദ്രം കൂടിയാണ് ഇത്. വർഷം തോറും 20 ലക്ഷത്തോളം പേരാണ് ഇവിടെ സന്ദർശിക്കാറുള്ളത്. 130 വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണിത്. ഇക്കൂട്ടത്തിൽ ഗുഹകളിൽ മാത്രം വസിക്കുന്ന 14ഓളം ജീവികളുമുണ്ട്. എന്തായാലും കാലാന്തരത്തിൽ പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ട അത്ഭുത കാഴ്ചകളാൽ സമ്പന്നമാണ് മാമോത്ത് ഗുഹ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.